ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂരുള്ള ഒരു കൃഷിക്കാരൻ ഇങ്ങനെ ഡ്രം സീഡർ ഉപയോഗിച്ചുകൊണ്ട് വിത്തിടുമ്പോഴത്തേക്ക് അപ്പോൾ വിത്തിടുമ്പോൾ ഓരോ ഘട്ടത്തിൻ്റെ വീഡിയോസ് എനിക്ക് അയച്ചു തരും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വരമ്പിനിറമ്പിൽ നമുക്കെല്ലാവർക്കും ചാല് കാണുമല്ലോ, ചെറിയ ചാല്. അപ്പോൾ അതിലേക്കിടായിരിക്കും ഇങ്ങനെ അവസാനം വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു. അപ്പോൾ ഈ എറമ്പുകളിലൊന്നും അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ വിത്ത് മുഴുവൻ പറവ ചവിട്ടി താത്തു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ഞങ്ങൾ ചെയ്യുന്നൊരു ചെറിയ ട്രിക്ക് പറഞ്ഞു കൊടുത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നിയത്. അതാണ് ഞാൻ ഇന്നലെ വൈകിട്ട് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പറയാമെന്ന്. അപ്പോൾ പൊക്കത്തിൽ നിന്ന് താഴോട്ടായിരിക്കും ഈ വെള്ളമൊഴുക്ക് എപ്പോഴും വരുന്നത്. അപ്പോൾ ഈ ഒഴുകുന്ന സമയത്ത് വലിയ മോട്ടോർ ജാലിൽ നിന്ന് മീനുകൾ, ചെറിയ ചെറിയ മീനുകളൊക്കെ ഈ ഒഴുക്കിൽ തിരിച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ഈ മീനെ പിടിക്കാൻ വേണ്ടിയാണ് ഉള്ള കൊക്കും ബാക്കി പക്ഷികളൊക്കെ വന്ന് നമ്മുടെ ഈ കണ്ടത്തിൻ്റെ വരമ്പിൽ, ഈ ചാലിൻ്റെ ഇറമ്പിൽ ഇങ്ങനെ നിരന്നങ്ങ് ഇരിക്കുമായിരിക്കും. അതിന് നമ്മൾ അല്ലെങ്കിൽ അവിടെ നൂല് വലിക്കും, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു സൂത്രപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മില്ലി കരിയോയിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒഴുക്ക് തുടങ്ങുന്ന സ്ഥലം നമ്മുടെ കണ്ടത്തിൻ്റെ ഏറ്റവും ഹൈറ്റിലായിരിക്കും. ആ ഒഴുക്ക് തുടങ്ങുന്ന സ്ഥലത്ത് ഒന്നുകിൽ ശകലം ഒഴിക്കുക, അവിടെ മാത്രമേ ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ശകലം ചകിരിച്ചോറ് ഈ കരിയോയിലിനകത്ത് മുക്കിയിട്ട് കിഴി കെട്ടി ആ ഒഴുക്ക് സ്റ്റാർട്ട് ചെയ്തിടുക. അപ്പം എന്ത് സംഭവിക്കുമെന്നറിയോ? ഈ മീനുകൾ കംപ്ലീറ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇതുങ്ങൾ കംപ്ലീറ്റ് അവിടെ നിന്ന് ഇറങ്ങി മോട്ടറിയാലിൽ ചെല്ലും. മോട്ടറിയാലിൽ പോയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഈ ഇടയ്ക്കത്തെ ആ വാച്ചാലിനകത്ത് ഒറ്റ മീനുകൾ പോലും ഇല്ല. അപ്പോൾ ഈ മീനുകളില്ലാതെ വരുമ്പോഴത്തേക്ക് പറവകൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഇരിക്കുകയും ചെയ്യും. എന്നാൽ ഒന്നാന്തരം ഐഡിയ ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ വരമ്പറമ്പിലെ പറവകൾ ചവിട്ടിക്കളയുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കിട്ടും. ഈ രണ്ടാമത്തെ എലിശല്യം എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് ഒരു കമൻറ്റ് എനിക്ക് വന്നു. അതിന് ഞങ്ങൾ 2-3 വർഷമായിട്ട് ചെയ്യുന്ന പാടശേഖരം ഒറ്റയടിക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞുതരാം.